എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വേദിയിൽ നേരത്തെ ചോദിച്ചത് ഒരു ചോദ്യമുണ്ട്, സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ചോദിച്ചു. ഒരു വിഭാഗം വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തെയും നിലംപരിശാക്കാം എന്നുള്ള ഒരു ധാരണ നമ്മുടെ കേരളത്തിലുണ്ട്. തീർച്ചയായും ഒരു പ്രസ്ഥാനം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ ആ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിലംപരിശാക്കാൻ വേണ്ടി ഒത്തുകൂടി പ്രവർത്തിച്ച സമയത്ത് ഷാജൻ അവിടെ കടന്നു വന്ന് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് അതിന്റെ ഭാഗമായി ഒരു വീഡിയോ ചെയ്തു. അത് ഷാജൻ മാത്രമാണ് ചെയ്തത്, മറ്റെല്ലാവരും ആ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എന്തായാലും എന്റെ മുമ്പിലേക്ക് ഇത് ബ്രിട്ടീഷിലുള്ള ലണ്ടനിലുള്ള അല്ലെങ്കിൽ ലണ്ടന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, ആ സ്ഥാപനം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം സന്തോഷത്തോടുകൂടി കൂടുതൽ ഊർജത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. അവിടുത്തെ അമ്മമാരെല്ലാം അതിസമ്പന്നമായിട്ട് ജീവിക്കുന്നുണ്ട്. കാസർഗോഡ് നമ്മൾ തുടങ്ങണം എന്നാഗ്രഹിച്ച പ്രസ്ഥാനം തുടങ്ങാനുള്ള പദ്ധതികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എത്രമാത്രം കുട്ടികളെ ചേർത്ത് പിടിക്കാമോ ആ ധാരണയോടുകൂടി മാത്രമാണ് ഇപ്പോഴും ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാണാത്ത അത്രമാത്രം ഐക്യവും ഊർജവും സ്നേഹവും ഇവിടെ മലയാളികൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. ഓരോ പരിപാടിയും നടക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന കയ്യടികളും ആരവങ്ങളും അതിന്റെ തെളിവാണ്. ഒരൊറ്റ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് MT വാസുദേവൻ നായർ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ്. ആ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് രണ്ടുപേരാണ്. ഒന്ന് പാഷ എന്ന് പറയുന്ന MTയുടെ കഥാപാത്രം, രണ്ടാമത്തേത് ഹൗഡിനി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വിഖ്യാതനായ ജാലവിദ്യക്കാരൻ. ഹൗഡിനി എന്ന് പറയുന്ന ജാലവിദ്യക്കാരൻ SK കോളേജ് എന്ന് പറയുന്ന ഒരു മാജിക് വിഭാവനം ചെയ്ത ജാലവിദ്യക്കാരനാണ്. ചങ്ങലകൾക്കും കുട്ടികൾക്കും തളയ്ക്കുവാനാവാത്ത ജാലവിദ്യക്കാരനാണ്. രക്ഷപ്പെടുന്ന ജാലവിദ്യയുടെ ഉപജ്ഞാതാവാണ്. റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാലും ജയിലറയ്ക്കുള്ളിൽ പൊട്ടിയിട്ട് കഴിഞ്ഞാലും നിമിഷനേരം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു ഹാരി ഹുദിനി എന്ന് പറയുന്ന വിഖ്യാത ജാലവിദ്യക്കാരൻ. ഈ ജാലവിദ്യക്കാരനും MT വാസുദേവൻ നായരുടെ കഥാപാത്രമായിട്ടുള്ള പാഷയും തമ്മിൽ ഒരു മത്സരം വെച്ചു. ഹൗഡിനി വേദിയിലേക്ക് ഒരു കാറ് കൊണ്ടുവന്ന് അപ്രത്യക്ഷമാക്കി കാണിച്ച സമയത്ത് പാഷ എന്ന് പറയുന്ന MTയുടെ കഥാപാത്രം 5 ആനകളെ പ്രത്യക്ഷപ്പെടുത്തി അപ്രത്യക്ഷമാണ് കാണിച്ചു. ഹൗഡിനി പറഞ്ഞു, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജാലവിദ്യക്കാരൻ, ഞാൻ തോറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ ഹൗഡിനിയുടെ മാന്ത്രിക കിരീടം ഇത് പാഷയ്ക്ക് സമ്മാനിച്ചു. ഭാഷ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും സന്ദർശിക്കുകയാണ്. ഓരോ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നിറയെ കയ്യടി കിട്ടുന്നു, പാരിതോഷികങ്ങൾ കിട്ടുന്നു, സമ്മാനങ്ങൾ കിട്ടുന്നു. ഭാഷയ്ക്ക് വലിയ സന്തോഷമായി. അവസാനം ഭാഷ ഒരു കടലോര നഗരത്തിലെത്തി. അവിടെ തന്നെ രാഷ്ട്രീയ പരിപാടികൾ അവതരിപ്പിച്ചു. കാണികളുടെ ഭാഗത്ത് ഒരു തരം പുച്ഛഭാവം, ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതായെന്നൊരു ഭാവം. ഭാഷ വലിയ വലിയ മാജിക്കുകൾ കാണിച്ചു. കയറിലൂടെ മുകളിലേക്ക് കയറിപ്പോയി അപ്രത്യക്ഷനായി കാണിച്ചു. കാണികൾ വിളിച്ചു പറഞ്ഞു, അതൊക്കെ ഒരു ട്രിക്കാണ്ടാന്ന് വിളിച്ചു പറഞ്ഞു. ഭാഷ നാവ് മുറിച്ച് കാണിച്ചു. കാണികൾ വിളിച്ചു പറഞ്ഞു, അത് ആടിന്റെ നാവാണതാന്ന് വിളിച്ചു പറഞ്ഞു. ഭാഷയ്ക്ക് വലിയ സങ്കടമായി. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കത്തിയെടുത്ത് സ്വന്തം മാറ് കുത്തിക്കേറി ഹൃദയം പുറത്തെടുത്ത് ചോദിച്ചു, ഇത് മതിയോ നിങ്ങൾക്കെന്ന് ചോദിച്ചു. അപ്പോഴും കാണികൾ വിളിച്ചു പറഞ്ഞു, അത് പ്ലാസ്റ്റിക്കിന്റെ ചങ്കാണതാന്ന് വിളിച്ചു പറഞ്ഞു. ഭാഷ മരിച്ചു വീണു. അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഭാഷ ചോദിക്കുന്നു, ഇത് ഏതാണ് സ്ഥലം മക്കളെ എന്ന്. അപ്പൊ കാണികൾ വിളിച്ചു പറയുന്നു, ഇതാണ് കേരളം, കേരളമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ്, കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കേരളത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് വന്ന് ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള പ്രിയപ്പെട്ട മലയാളികളെ 1000 കൈകൾ കൊണ്ട് നമസ്കരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം ചേർത്ത് വെച്ച് എന്റെ സ്നേഹം അറിയിക്കുന്നു.